ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. അതാ ഞാൻ. ഓയ്, ഒരാവശ്യമില്ല, എന്നോടല്ലേ. കമോൺ. അതാ പ്രശ്നം സാജൻ. എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. തുടക്കവും രീതിയൊന്നും പ്രശ്നമല്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ചുമ്മാ പറ. അതിൻ്റെതായ സെൻസ് ഞാൻ എടുത്തോളാം. എന്നെ അത്രയ്ക്കറിയാലേ സാജന്? ഓഫ് കോഴ്സ് അറിയാവുന്നോ. നിന്നെ അല്ലാതെ മറ്റാരെയാ ഞാൻ അറിയാൻ പറ. I'm sorry, Sajan. I'm sorry for everything I've done. കമോൺ കമോൺ, ചിയർ അപ്പ്. വാട്ട് ഹാപ്പൻഡ് ടു യു? എന്തു പറ്റി നിനക്ക്? എനിക്കറിയില്ല സാജൻ. എൻ്റെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ലൈഫായിരുന്നു മുമ്പേ. എൻ്റെ ഒപ്പം, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്ന് ഞാൻ കരുതി. വാശി പിടിച്ചു. അതെൻ്റെ ഒരു തെറ്റായിരുന്നു. അതൊന്നും ഒരു തെറ്റല്ല. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിക്കുന്ന ഒരു നല്ല തിങ്കിങ് ആണ് പാറു. അതെ, എന്നാലും ഞാൻ കുറച്ച് ഓവറായിരുന്നില്ലേ? അങ്ങനെ ചോദിച്ചാ അല്ലേ, സത്യല്ലേ? ഞാൻ കുറച്ച് ഓവറായിരുന്നില്ലേ? പറയട്ടെ, കുറച്ചല്ല, കുറച്ചധികം ഓവറായിരുന്നു. എന്നിട്ട് എങ്ങനെ നീ എന്നെ ഇഷ്ടപ്പെടുന്നു സാജൻ? അതല്ലേ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നുമില്ല എന്ന് പറയുന്നത്. ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്ത്? എന്റെ പാറുവിന്റെ കുസൃതികൾ. സാജൻ, ഞാൻ ഒരുപാട് ട്രബിൾ ചെയ്തിട്ടുണ്ടല്ലേ. എപ്പോഴെങ്കിലും സാജൻ ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലത്തെ ഒരു പെണ്ണ് സാജൻ ലൈഫിൽ വന്നിരുന്നെങ്കിൽ സാജൻ ലൈഫ് എന്താവോ എന്ന്? സത്യം പറയട്ടെ, സത്യം പറഞ്ഞ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒന്നല്ല, പലവട്ടം. ഈ അഹങ്കാരം പിടിച്ച സാധനമുള്ള എൻ്റെ ലൈഫ് പറഞ്ഞാവാൻ പോകുന്നത്. പണി പാളി. എന്തൊരു കാര്യം, നിന്റെ കാര്യം പോക്ക. അതെ, എന്ത് ചെയ്യാനാ, വരാനുള്ളൊന്നും വഴി തങ്ങില്ല. അനുഭവിച്ചല്ലേ പറ്റുക. പിന്നെ തമാശ. വാ ദൈവമേ, എന്ത് പറ്റി? വാ. അതിന് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല ടോണി. പറ വേറെന്തൊക്കെ പറഞ്ഞു ചോദിച്ചൻ? ഞാനൊക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞോ? ഇല്ലെന്നേ. അല്ല, വീട്ടിലേക്ക് വൈകുന്നേരം പോണോ അതോ ട്രിവാൻഡ്രത്തേക്ക് സണ്ണിച്ചാൻ്റെ അടുത്തേക്ക് പിടിപ്പിക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്റെ ടോണി, സ്കൂളിൽ പഠിച്ച കഥ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറെ കാലം കൂടി കണ്ടപ്പോ ഒരു തമാശ ഒപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഇച്ഛായനായോണ്ട് പറയുന്നതല്ല. ചില നിസ്സാര കാര്യങ്ങൾക്ക് ഒരു മയോ ഇല്ലാത്ത എഴുതിടിച്ച് കളയും പഞ്ചരഭാവി. അതുകൊണ്ടാ. അത് പോട്ടെ, എന്റെ നമ്പർ വാങ്ങി. അത് കൊള്ളാലോ. അപ്പൊ കളി കാര്യമാകുന്നുണ്ട് മോളെ. ചെലവുണ്ട് കേട്ടാ. അതൊക്കെ എന്ത് വേണേലാവട്ടെ, ആദ്യം ഇതൊന്ന് ക്ലിയർ ആവട്ടെ. ഈ റൂട്ടൊന്ന് ക്ലിയറായി വന്നിട്ട് വേണം പപ്പയുടെ നിന്നും മമ്മിയുടെ നിന്നും എൻ്റെ കമ്മീഷൻ ഒന്ന് മേടിച്ചെടുക്കാൻ. ഓ, അവിടുന്ന് ഉണ്ടോ കമ്മീഷൻ? ഓ ഛേ, ഇയാൾ എന്തൊരു ചായന. സുന്ദരിയായൊരു പെണ്ണ്, ആരാധികയാണെന്ന് പറഞ്ഞിട്ടും നമ്പർ കിട്ടിയിട്ട് ഇത് ഞാനൊന്ന് വിളിക്കാൻ തോന്നില്ലല്ലോ. റൊമാൻസ് എന്ന് പറയുന്ന ഏരിയ കാണാത്തൊരു മുരടനാണല്ലോ റോയിച്ചൻ. ഛേ, ഹലോ 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 ഹലോ. യെസ് ഹലോ. ഇതെന്താ രണ്ടാളും കൂടെ മൈക്ക് ടെസ്റ്റ് കളിക്കണം? സംസാരിക്കും. ഹലോ, ഇത് ഡെന്നിസ് അല്ലേ? സിസ്റ്ററാണ് സംസാരിക്കുന്നത്. ആരാ? സിസ്റ്ററിന്റെ പേര് ടീന എന്നല്ലേ? അതെ. എന്റെ ബ്രദറിന്റെ പേര്? എന്റെ ബ്രദറിന്റെ പേര് ടോണി. അല്ല, ചിരിച്ചില്ല. അല്ലല്ല, കുട്ടിയൊന്നും പറഞ്ഞില്ല. ഡെന്നിസ് വീട്ടിൽ പോയിരിക്കുക. ഓ, എവിടെ ഡെന്നിസിന്റെ വീട്? ബെത്ലഹേമിലെ കാലത്തൊഴുത്തില്. അല്ല പിന്നെ ഇയാളെ എന്തിനു കൊള്ളാൻ എൻ്റെ ടീനാമേ? ടോണി, നീ എന്ത് പണിയാ കാണിച്ചേ? ഇനി ഇത് ശരിക്കും ഡെന്നിസിന്റെ ഫോണാണോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോൺ വെച്ചിട്ട് ഓടിയിട്ടുണ്ടാവും ആള്. സത്യം. സാജനോട് മാപ്പ് പറഞ്ഞതും പാച്ചപ്പ് ആവാൻ തീരുമാനിച്ചതൊക്കെ ഓക്കെ. എന്നിട്ടും അവൻ എന്നെ വിളിച്ചത് കണ്ടില്ലേ, അഹങ്കാരിന്ന്. അത് ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞപ്പോ പറഞ്ഞതല്ലേ. പാവം, വിട്ടേക്കാം. എന്നാലും അവൻ കൊള്ളാലോ. പറഞ്ഞോളാൻ പറഞ്ഞപ്പോ അവൻ പഴയ വിരോധം അങ്ങ് തീർത്തല്ലേ. അല്ലെങ്കിൽ തന്നെ അവന്റെ ഉള്ളിലിരിപ്പോ അതാണല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം മോനെ. പാറുക്കുട്ടാ, ഉറങ്ങിയോ സാജ്? എന്താ പുതിയ വിളിയൊക്കെ? ഇന്ന് മുതൽ എല്ലാം പുതിയ രീതിയിലായിരിക്കും.
ഓ, നീ ആകെ മാറിയല്ലോ അല്ലേ എൻ്റെ പാറു. അതെ. പിന്നെ നീ എന്നെ അഹങ്കാരിന്ന് വിളിച്ചില്ലേ? വിധി അനുഭവിക്കാണ്ട് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, അത് പാറു പറഞ്ഞിട്ടല്ലേ ഞാൻ. അത് സാരമില്ല. ഞാൻ അതിന്റെ ഒരു വേറെ ആംഗിൾ പറഞ്ഞു തരാൻ വേണ്ടി വിളിച്ചതാ. പറയട്ടെ? പറയൂ പാറു, പറയട്ടെ സാജ്? പാറ എൻ്റെ പാറുക്കുട്ട. അഹങ്കാരം നിന്റെ തന്റെ അടത്തേണ്ടി. പാറു, ഗുഡ് നൈറ്റ് സാജ്. പാറു, ഗുഡ് നൈറ്റ്. ഹോ. ഇനി സമാധാനമായിട്ട് ഉറങ്ങാം.